ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ബൈ ആദി. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അതിൻ്റെ കാര്യമൊക്കെ എന്താണെന്ന് ഞാൻ വഴിയേ പറയാം. ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ കല്യാണത്തിന് സാരിയൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ടിൻ്റെ തന്നെ നാത്തൂൻ ആ ചേച്ചി നന്നായിട്ട് ഡ്രേപ്പ് ചെയ്ത് സെറ്റാക്കി തരുമെന്ന് അവൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ വെളിയിൽ നിന്നും പൈസ എടുത്ത് പോകണമല്ലോ എന്ന് എഴുതിയിട്ട് ആ ചേച്ചിയുടെ അടുത്ത് വന്നേണ്. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. ആ ചേച്ചി സാരിയൊക്കെ പിടിച്ച് തന്നപ്പോൾ ആ ചേച്ചിയുടെ ഉപ്പാട് വന്നു. ദോ അവളാണ് കേട്ടോ, അവളുടെ നാത്തൂനാണ്, ആ ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചിക്ക് ഒരുപാട് നന്ദി. ഞങ്ങൾക്ക് ഇത്രയും പേർക്കും കുത്തിയിരുന്ന് സാരിയൊക്കെ പ്ലേറ്റ് പിടിച്ച് തന്നേന്. ആരും അങ്ങനെ ഇരുന്ന് മെനക്കെടത്തില്ല. ഞങ്ങൾക്ക് എന്തായാലും ആ ചേച്ചി നല്ല സെറ്റായിട്ട് ഇത്രയും പേർക്കും അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുഞ്ഞു പ്ലേറ്റാണോ വലിയ പ്ലേറ്റാണോ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നനുസരിച്ച് നല്ല രീതിയിൽ ആ ചേച്ചി പ്ലേറ്റ് പിടിച്ചിരുന്നു. ഇതിപ്പോൾ എന്നെയാണ് കേട്ടോ, ഞാൻ പ്ലേറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവൾ പോയി പലഹാരം സ്നാക്സും അതും ഇതുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾക്ക് ചായ ഒക്കെ ഇട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ കുറേ നേരം ചായ ഒക്കെ കുടിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. നല്ല രസമായിരുന്നു. അവിടെ സാരി ഡ്രൈപ്പ് ചെയ്യാൻ പോകാൻ നല്ല രസമായിരുന്നു. എൻ്റെ സാരി ഡ്രൈപ്പിങ് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ അമ്മേരോട് അടിയോടി എങ്ങനെയൊക്കെ എടുത്തുകൊണ്ടൊക്കെ വന്നതാണ്. ഞാൻ പിന്നെ പോയി എടുത്ത സാരി കിച്ചാപ്പിയുടെ സെയിം കളർ സാരി ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഡ്രിങ്ക്സിനെ പോലെയാണ് ഇരുന്ന. ഞങ്ങൾ പെണ്ണുണ്ടെന്ന് പറഞ്ഞ് മണ്ഡപത്തിൻ്റെ അകത്ത് കയറി ആ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ പെണ്ണൊന്നും വന്നിട്ടില്ല. പെണ്ണ് ഫോട്ടോഷൂട്ടിന് എന്തോ പോയേക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ പുറത്ത് ആരും കണ്ടില്ലല്ലോ. ഞങ്ങൾ ഭയങ്കര ഒരുങ്ങിക്കെട്ടി ആർഭാടായിട്ടൊക്കെയാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കല്യാണ പെണ്ണ്, നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അതാണ് കേട്ടോ ഞങ്ങൾ ഗേൾസ് ഗ്യാങ്. അവളുമാരടുത്ത് പറയാൻ ഞാൻ ഒത്തിരി അവളെ വീഡിയോ എടുത്തോട്ട് വരും, നിങ്ങൾക്ക് അവളെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടു തരാം, ഞാനൊന്ന് എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് വരെയാണ്. അപ്പോൾ അവൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടില്ല. എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ. അവളെ മേക്കപ്പും ഔട്ട്ഫിറ്റും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യും. നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ റീൽസിലും ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അവളുമാർ വേറെ വഴിക്കും ഞാൻ വിളിക്കും, അവളുമാർ വേറെ വഴിക്ക് പോകും. അടിയായിരുന്നു സത്യം പറഞ്ഞാൽ. നമ്മൾ അവിടെ കിടന്ന് ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇത്തിരി വീഡിയോ എടുക്കുക കൂടെ വാ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നെ, എല്ലാവർക്കും സെൽഫായിട്ട് സ്വന്തം വീഡിയോസ് എടുക്കണം, അപ്ലോഡ് ചെയ്യണം. സ്വന്തമായിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കും, ഒരാൾ അതേ ഇടയ്ക്കും, അതേ എല്ലാവരും ഒരുപോലെ. അപ്പോൾ ഇതൊക്കെയാണ്. അത് പാറുവാണ്. അപ്പോൾ അവളാണ് കല്യാണത്തിന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാരി പർച്ചേസിന് വരാതിരുന്നത്. അത് കട്ടപ്പ, അവനെ നമ്മൾ കളിയാക്കി കട്ടപ്പ എന്ന് വിളിക്കും. എൻ്റെ യഥാർത്ഥ നെയിം അഖിലെന്നാണ്. തിരിഞ്ഞ് നടന്നു പോയെന്നെ ഞാൻ വിളിച്ചു. അത് എബിൻ. അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ തങ്കപ്പെട്ട ആമിന, അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളും പിന്നെ അവിടെ ചെന്നിട്ട് അവളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പെണ്ണിനെ ആനയിച്ചുകൊണ്ട് സ്റ്റേജിൽ അതിന് എന്തോ ആ സാധനമൊക്കെ വെച്ചുകൊണ്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അവരോട് തട്ടമൊന്നും പിടിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ആൻറ്റിമാരെന്നൊക്കെ പറഞ്ഞ് ഔട്ടാക്കി കളഞ്ഞു. കുറച്ച് കൊച്ചുങ്ങളൊക്കെയാണ് പിടിച്ചോണ്ട് നിന്ന, ഞങ്ങൾ പിടിക്കാൻ വേണ്ടി ചെന്നതാണ്. പിന്നെ ഇതാണ് ചെറുക്കൻ. അവരുടെ കല്യാണമൊക്കെ നല്ല മംഗളമായിട്ട് നടന്നു. അവന് ഞങ്ങളെ ഫ്രണ്ടാണ് കേട്ടോ. അവർ ലവ് മാരേജാണ്. പിന്നെന്താ, ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിഞ്ഞു. നല്ല സദ്യയായിരുന്നു. 3 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു. സെറ്റ് സദ്യയായിരുന്നു. പിന്നെ ഞാനും ഇവളും കൂടെ ചേർന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കണ്ടില്ലേ, ഞങ്ങൾ രണ്ടുപേരും സാരി ഒരുപോലെ ഇല്ലേ, നല്ല രസം. അവൾ നല്ല നീറ്റായിട്ട് സാരി ഉടുത്തുകൊണ്ടുവന്നു കേട്ടോ. അവളമ്മ നല്ല നീറ്റായിട്ട് ഉടുപ്പിച്ചു. എന്നെ എന്തൊക്കെയോ ഒരു കോലായി, ഞാൻ എന്ത് പറയാൻ, ഒരു രീതിയിലാണ് ഉടുത്തുകൊണ്ട് വന്നത്. പിന്നെ ഞങ്ങളുടെ ഗേൾസ് ഗ്യാങ് ആണ് കേട്ടോ ഇത്രയും പേരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.